ഹല്ലേലൂയ. അമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര വാക്കുകളാണ് എല്ലാവരും പറയാറുള്ളത്. അമ്മ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാക്കുകളൊക്കെ പറയും. ഇന്ന് രാവിലെ മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവം അതിൻ്റെ ഒരു 25% അമ്മയൊക്കെ ഞാനായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി 75% ഈ ആളുകൾ പറയുന്നൊന്നും ഇല്ല. അടുത്തിരിക്കുന്ന സഹോദരിയോട് ഒരു സഹോദരി പറഞ്ഞേ, നമ്മളെ ആളുകൾ പൊക്കിപ്പറയുന്ന പോലെ ഒന്ന് പറഞ്ഞേ, നമ്മളെ ആളുകൾ പൊക്കിപ്പറയുന്ന പോലെ ഒന്നും നമ്മളായിട്ടില്ല. അത് മനസ്സിൽ വെച്ചാൽ തന്നെ നമ്മൾ റിയൽ അമ്മമാരാകും. ഹല്ലേലൂയ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഇങ്ങനെ ഫ്ലവറി വേർഡ്സുകളൊക്കെ ഒത്തിരി പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഒത്തിരി ചെയ്യുന്ന ആളുകളാന്ന് ഓർത്തിട്ട് അറിയാതെ അങ്ങ് ഗമയെടുത്തു പോകും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞേ. ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. ഒരു 25 വർഷം മുമ്പ് 30 വർഷം മുമ്പ് അമ്മമാർക്ക് യാതൊരു പരിഗണനയും കിട്ടില്ലായിരുന്നു. എന്നാൽ ഈ 25 വർഷത്തിലേക്കൊക്കെ വന്നപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും വലിയ വലിയ വാക്കുകൾ പറയും. ബ്ലെസ്സിംഗ് ടുഡേയുടെ എന്താ പറയുക, ആത്മീക മാതാവാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് കൈയൊക്കെ അടിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ കുറച്ചങ്ങോട്ട് പൊങ്ങിപ്പോകും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഉത്തരവാദിത്തമില്ലാതെ നമ്മൾ ആരും ഒരമ്മയാകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് അമ്മയായി തീർന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്വം കൊണ്ടായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പ്രസവിക്കുന്നത് കൊണ്ടല്ല ഒരു സ്ത്രീ അമ്മയാകുന്നത്. സത്യത്തിൽ ഒരു കുഞ്ഞിന് ഉദരത്തിൽ ജന്മം കൊടുക്കുമ്പോൾ സത്യത്തിൽ ഒരമ്മ ആ കുഞ്ഞിനെ അതിനകത്ത് ഉരുവാക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന് വേണ്ട വികസനവും വികാസവും വളർച്ചയും കൊടുക്കുന്നത് ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നാണ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു അമ്മ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇംഗ്ലീഷിൽ അതിന്റെ ഡെഫിനിഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, മദർ എന്നതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഒരു അമ്മയാകുന്നത്, പ്രസവത്തിന് ശേഷം പ്രസവിച്ചാലും ആ കുഞ്ഞിനെ പ്രസവിച്ചില്ലെങ്കിലും ആ കുഞ്ഞിനോടുള്ള ഉത്തരവാദിത്ത നിർവഹണം നാം നടത്തുമ്പോഴാണ് ആ കുഞ്ഞിന്റെ അമ്മയായിട്ട് നാം മാറുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഓരോ അമ്മമാരെയും ഞാൻ ഇന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അമ്മമാർക്ക് പല പല സ്റ്റേജുകളുണ്ട് അല്ലേ. ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ 23 വർഷത്തിന് മുന്നമേയാണ് ഞാനൊരു അമ്മയായി തീർന്നത്. 24 വർഷമായി ഞാനൊരു അമ്മയായി തീർന്നിട്ട്. ആദ്യമായിട്ട് ഞാനൊരു അമ്മയായി തീർന്നിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിന്റെ ഒരമ്മയായി ഞാൻ മാറ്റപ്പെട്ടു. അങ്ങനെ അമ്മ, 2 കുട്ടികളുടെ അമ്മ. എന്നാൽ അതിനോടകം തന്നെ പല ആത്മീയ മക്കളുടെയും ആത്മീക മാതാവായിട്ട് ഞാൻ മാറ്റപ്പെട്ടിരുന്നു. എന്നാൽ എൻ്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ 25 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചരിത്രത്തിൽ ഒരു അമ്മായിയമ്മയായത്. അമ്മായിയമ്മ. അത് കഴിഞ്ഞാൽ അമ്മമാരുടെ സ്റ്റേജുകൾ മാറുകയാണ്. ഓക്കെ. എന്നാൽ യഥാർത്ഥത്തിലുള്ള നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ചിട്ട് പഴമക്കാർ പറയുന്ന ശരിക്കുള്ള അമ്മായിമ്മയാണെങ്കിൽ മോൻ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. അപ്പോഴാ ശരിക്കുള്ള അമ്മായിമ്മയുടെ തനി നിറം വരുള്ളൂ എന്നാ പറയുന്നത്. ആൺമരുമക്കൾ വന്നിട്ട് കാര്യമില്ല, പെൺമക്കൾ വരുമ്പോഴാ ശരിക്കുള്ള അമ്മായിമാരെ തിരിച്ചറിയുന്നതെന്നാ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യണം. ഐ എം എക്സൈറ്റഡ്. അത് എന്താ പറയാ, പോരടിക്കാനല്ല, അതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അമ്മ, അമ്മായിമ്മ, അമ്മൂമ്മ, മനസ്സിലായോ? ദെൻ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞ സ്റ്റേജുകളിലൂടെ അമ്മയുടെ കാലഘട്ടം കടന്നു പോവുകയാണ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പക്ഷെ അമ്മ എല്ലായ്പ്പോഴും അമ്മ തന്നെയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞ, അമ്മയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. പറഞ്ഞേ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മദേഴ്സ് ആർ ഗിവേഴ്സ് എന്നാണ് പറയുന്നത്. അമ്മമാർ കൊടുക്കുന്നവരാണ്. ഒന്ന് പറഞ്ഞേ, അമ്മമാർ കൊടുക്കുന്നവരാണ്. അവർ സ്നേഹം കൊടുക്കുന്നവരാണ്. ഈവൻ നമ്മൾ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്തെ ക്യാമ്പയിനൊക്കെ പലതും അങ്ങനെയാണ് അല്ലെ. ഒരമ്മ അവളുടെ സൗന്ദര്യം വിട്ടുകൊടുക്കുകയാണ്. ഒരമ്മ അവളുടെ ബോഡിയെ മുഴുവൻ വിട്ടുകൊടുക്കുകയാണ്. ഒരു അമ്മ എല്ലാ ഹോർമോണൽ ചേഞ്ചസിനും വേണ്ടിയിട്ട്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവളുടെ ശരീരത്തെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. അവളുടെ മൈൻഡ്, വിൽ അല്ലെങ്കിൽ ഇമോഷൻസ്, ആ ഏരിയ അടങ്ങിയിട്ടുള്ള ആ ഭാഗത്തെ മുഴുവൻ ഒരു കുഞ്ഞിന്റെ ജനനത്തോടനുബന്ധിച്ച് ഇതിനെ എല്ലാറ്റിനും ഒരമ്മ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. കാരണം അമ്മമാർ കൊടുക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എല്ലാ അമ്മമാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് കൊടുക്കുന്നവരാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്നേഹം കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ, എന്താ പറയാ, നമ്മുടെ ജീവിതത്തിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും കൊടുക്കുവാൻ,
നന്മകൾ കൊടുക്കുവാൻ, അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ, പ്രാർത്ഥനകൾ കൊടുക്കുവാൻ, വിശ്വാസത്തെ പകരുവാൻ, ഇങ്ങനെ പലതും 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 കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അമ്മമാർ കൊടുക്കാനുള്ളവരാണ്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സങ്കടമൊക്കെ വന്നു, ദൈവമേ എത്ര നാളിങ്ങനെ കൊടുത്തോണ്ടിരിക്കും, എന്നെനിക്ക് തിരിച്ചു കിട്ടും. ഞാനൊരു സത്യം പറയാം, അമ്മ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളവരാ. നമ്മുടെ മരണം വരെയും നമ്മൾ കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അത് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും അനുഗ്രഹങ്ങളായിട്ടും വിശ്വാസമായിട്ടും പ്രാർത്ഥനയായിട്ടും പ്രത്യാശയായിട്ടും ഒക്കെ നമ്മുടെ തലമുറകൾക്ക് നാം കൊടുത്തുകൊണ്ടിരിക്കേണ്ടവരാണ് അമ്മമാർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടിയില്ലേലും ഒരു പരാതിയും പറയരുത്. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന മരണം വരെയും ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ വിളിച്ചു പറയുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടതാണ്, ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവളാണ് എന്ന് ഞാൻ വിളിച്ചു പറയാറുണ്ട്. ഹല്ലേലൂയ. ഓർക്കുക, അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പറയുകയാണ്. രണ്ട് തരത്തിലുള്ള അമ്മമാരെ പല അമ്മമാരെ ബൈബിളിൽ കാണാം. എന്നാലും ഞാൻ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് രണ്ട് തരത്തിലുള്ള അമ്മമാരെ കുറിച്ച് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അമ്മമാർ എന്ന് പറയുന്നത് ഫെയ്ത്ത് മദേഴ്സ് എന്നുള്ളതാണ്. വിശ്വാസ മാതാക്കൾ. ഹല്ലേലൂയ. വിശ്വാസമുള്ള മാതാക്കൾ. തിമത്തിയോസിനെ കുറിച്ചാണെന്ന് പറയുന്നത്. 2 തിമത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തന്നെ 2 അമ്മമാരെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ദയവായി ആ വചന ഭാഗം ഒന്ന് എടുക്കാമോ? 2 തിമത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനം. I am recommended of your sincere faith. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പോള് പറയുകയാണ്, 2 അമ്മമാരെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഒന്ന് അവിടെ പറയുന്നത് വലിയമ്മ ലോവീസ്, 2 അമ്മ യൂനിക്ക. 2 പേര്, നല്ല പേരുകളാ രണ്ടും. ഓക്കെ, ലോവീസും യൂനിക്കയും. അവിടെ പറയുന്നത് ആദ്യത്തെ വിശ്വാസം നിന്റെ വലിയമ്മയ്ക്കായിരുന്നു. രണ്ടാമത് നിന്റെ അകത്ത് വിശ്വാസം കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തി എന്ന് പറയുന്നത്, അത് നിന്റെ അമ്മ യൂനിക്കയിലാണ്. ഇനിയിപ്പോ നീ മൂന്നാമത് നിൽക്കുന്ന വ്യക്തിയായ നിന്നിലും വിശ്വാസമുണ്ട്. അപ്പൊ 3 തലമുറകളുടെ വിശ്വാസത്തെയാണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയട്ടെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ പെട്ടിക്കകത്താകുമ്പോൾ തീർന്നു പോകാനുള്ളതാണെന്ന് ഒരിക്കലും കരുതരുത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3 തലമുറ ഈ വിശ്വാസത്തിന്റെ ദീപശിഖ ഏന്തി നിൽക്കുന്നത് കണ്ടിട്ടേ ഇവിടുന്ന് മടങ്ങിപ്പോകാവൂ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥനയായിരിക്കണം, ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആവേശമായിരിക്കണം, ഇതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്. എനിക്കൊരു വീടുണ്ടാകണം, എനിക്ക് മറ്റനുഗ്രഹങ്ങൾ ഉണ്ടാകണം, എന്റെ തലമുറകൾ ഇന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരണം എന്ന് പറയുന്നതിനേക്കാൾ എന്റെ പൊന്ന് അമ്മമാരെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം, എന്റെ ജീവകാലത്ത് എന്റെ 3 തലമുറകൾ യേശുവിന്റെ വിശ്വാസവുമായിട്ട് സുവിശേഷത്തിന്റെ ദീപശിഖയുമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അതാണ് വിശ്വാസത്തിന്റെ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അമ്മമാർ. ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേയിൽ ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, ഇതുപോലെ വിശ്വാസത്തിന്റെ അമ്മമാർ 3ഉം 4ഉം തലമുറകൾ ഇവിടെ നിന്നുകൊണ്ട് ആരാധിക്കുന്ന വിശ്വാസത്തിന്റെ അമ്മമാരായി നമ്മുടെ അമ്മമാർ നമ്മൾ ഒരുമിച്ച് മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. പൗലോസ് അതുകൊണ്ട് ഈ 3 ജനറേഷനെയും ഈ 3 തലമുറയെയും പൗലോസ് എടുത്തു പറയുകയാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റു ഒരു ശിഷ്യന്മാരിലും കാണാതിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 3 തലമുറ ദൈവത്തെ സേവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ 3 തലമുറ ദൈവത്തെ സേവിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചില ആളുകളൊക്കെ നോട്ട്ബുക്കൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ മുകളിലുള്ള തലമുറ ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ആ നോട്ട്ബുക്കിൽ എഴുതാം. നിങ്ങളാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത് മൊബൈലിലാണെങ്കിൽ എഴുതാം. അടുത്തത് ആരാ വരാൻ പോകുന്നത് എഴുതി വെക്ക്. വിശ്വാസത്താൽ അവിടെ എഴുതി വെക്ക്. ഹല്ലേലൂയ. വിശ്വാസത്താൽ. ഒരു പക്ഷെ നിങ്ങളായിരിക്കാം, ഇതിനകത്തിരിക്കുന്ന അമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കാം ഈ വിശ്വാസം തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ മുകളിലുള്ള മാതാപിതാക്കൾ ഈ ഒരു വിശ്വാസം ഒരു പക്ഷെ തുടങ്ങിയിട്ടില്ലായിരിക്കാം. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. നിങ്ങളാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇന്ന് വിശ്വാസത്തോടുകൂടെ ആ നോട്ട്ബുക്കിലേക്ക് നിങ്ങളുടെ പേര് അവിടെ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മകളുടെ പേര് അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ മകന്റെ പേര് അവിടെ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കൊച്ചുമക്കളുടെ പേര് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുക, ഞാൻ മരിക്കുന്നതിന് മുന്നമേ 3 തലമുറകൾ ഈ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥന മാറാൻ പോകുക. പറഞ്ഞേ, പ്രാർത്ഥന മാറാൻ പോകുക. ഇതിനകത്തുള്ള അമ്മമാരുടെ പ്രാർത്ഥന മാറാൻ പോകുക. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫറബിൾ ആണ്, അല്ലെങ്കിൽ അത് എന്താ പറയാ, കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇവിടെ പറയുന്നത് നിന്റെ വലിയമ്മ ലോവിസിലാണ് ആദ്യ വിശ്വാസം ഉണ്ടായത്. ലോവിസ് ആരാണ്? ലോവിസും യൂനിക്കയും തിമോത്തിയും എല്ലാം തന്നെ ഒരു യഹൂദ വംശജരായിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് ലോവിസും യൂനിക്കയും. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് തിമോത്തിയോസിന്റെ അമ്മയായി യൂനിക്കയെ കുറിച്ച് പരാമർശിക്കുന്നു. അവന്റെ പിതാവ് ഒരു ഗ്രീക്കുകാരനാണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് യൂനിക്ക ഈ വിശ്വാസത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ യഹൂദ വിശ്വാസത്തെ വിട്ടുകൊണ്ട് ജാതീയനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടി വന്നത്? നമുക്കറിയില്ല, ലവ് മാരേജ് ആയിരിക്കും. പക്ഷേ ലോവിസ്, അവൾ യഹൂദ വിശ്വാസത്തിൽ തുടർന്നവളും പിന്നീട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവളുമായിരുന്നു. എന്നാൽ യൂനിക്ക ഇടയ്ക്ക് വെച്ച് അമ്മയുടെ വിശ്വാസത്തിൽ തുടരാതെ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു നല്ല വാർത്ത എനിക്ക് പറയാനുണ്ട്. ഇതിനകത്തിരിക്കുന്ന അമ്മമാർ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ പെൺമക്കളിൽ ആരും ഈ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ പുറകെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പുറകെ നിങ്ങളുടെ തലമുറകൾ എത്തിച്ചേരും. ഇന്ന് ഏത് സ്റ്റേറ്റസിൽ അവർ നിന്നാലും. ആത്മാവിലാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. ഈ 2023 ഇത് ചിലത് സംഭവിക്കാൻ പോകുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. നാം ഒരു വിശ്വാസത്തിന്റെ അമ്മയാണെങ്കിൽ, മാതാവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യൂനിക്ക അതേ വിശ്വാസം, ലോവിസിന്റെ വിശ്വാസം ഏറ്റെടുത്തു. എന്തുകൊണ്ടാ? ലോവിസിൽ നിന്ന് യൂനിക്കയിലേക്ക് ആ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടു. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ വിശ്വാസം പറഞ്ഞേ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് സംഭവിച്ചു? യൂനിക്കയിൽ നിന്ന് അത് ആരിലേക്ക് വന്നു? തിമോത്തിയോസിലേക്ക് വന്നു. ഹല്ലേലൂയ. 3-ാമത്തെ തലമുറയിലേക്ക് ആ വിശ്വാസം ട്രാൻസ്ഫർ ചെയ്ത് വരികയാണ് ചെയ്തത്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസം അതാണ് ഒരമ്മയ്ക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം. അതായത് ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ പല ആളുകളും എന്റെ അടുക്കൽ വന്നിട്ട് അവരുടെ ജീവിത കഥകൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആളുകൾ പറയുന്ന കാര്യമുണ്ട്, അവരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സിന്റെ വിശ്വാസമാണ് അവർ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ചിട്ട് എന്നുള്ളത്. എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ബ്രദർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? രാജീവ് ബ്രദർ ഒരിക്കൽ ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടി, ഇന്നുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിമണി ഇന്റർവ്യൂ നടത്താൻ വേണ്ടി എന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം കണ്ണിൽ കണ്ണുനീര് വന്നുകൊണ്ട് അദ്ദേഹം ടെസ്റ്റിമണി പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ ഒരു വിശ്വാസിയായിരുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റെടുത്ത് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്ന ഒരു വിശ്വാസിയായിരുന്നു. എന്നാൽ ഇവർ മറ്റ് ദൈവങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെറും വെക്കേഷൻ ടൈമുകളിൽ ആ അമ്മുമ്മയുടെ അടുക്കൽ അവർ പോകുമ്പോൾ അമ്മുമ്മ അന്ന്, ഞാൻ വെറുതെ പറയുകയാണ്, എന്താ പറയാ, വേനൽക്കാല വെക്കേഷൻ അല്ലേ, മാങ്ങയും പൂളി എന്താ പറയാ, പിന്നെ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചക്കയൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ അന്ന് കൊടുത്ത ചില കാര്യങ്ങളാണ് യേശു ക്രിസ്തു എന്ന വലിയ സത്യം. ഹല്ലേലൂയ. ചെറുപ്പത്തിൽ യേശുവിനെ കുറിച്ച് താൻ അറിഞ്ഞു, എന്നാൽ അതിന് വളരാനായിട്ട് പറ്റിയില്ല.
എന്നാൽ തന്റെ 10ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ഒരു സമയം ഒരിക്കൽ അവിടെ വെക്കേഷന് താൻ ചെന്നപ്പോൾ, എന്റെ കഥ പറഞ്ഞ ശരിയാണെങ്കിൽ വെക്കേഷൻ അവിടെ ചെന്നപ്പോൾ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നൊരു ബൈബിൾ ലഭിക്കുകയാണ്. ആ ബൈബിളുമായിട്ട് വലിയ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക്, താൻ നോർത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ ചെന്ന് മാതാപിതാക്കൾ കാണാതെ ഇരുന്നു കൊണ്ട്, ഇരുട്ടിലിരുന്നു കൊണ്ട്, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, കാണാതെ ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് മദർ മരിച്ചു. പക്ഷെ വിട്ടുകൊടുത്ത, അകത്തേക്ക് ആക്കി കൊടുത്ത ക്രിസ്തു ആ വ്യക്തിയുടെ അകത്ത് ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞത്. ദയവായിരുന്നാലും നല്ലൊരു കൈയടി കൊടുത്താലും. ഇവിടെ ഇതുപോലെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയാനായിട്ട് സാധിക്കും. പലർക്കും പറയാൻ സാധിക്കും. ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഞാൻ 7ാം ക്ലാസ്സിലെ വെക്കേഷനിൽ ഞാൻ ആയിരുന്ന സമയത്ത് എന്റെ ഫാദർ ആ സമയത്ത് കൽക്കട്ടയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. എന്റെ ഫാദർ ജോലി ചെയ്യുന്നിടത്തേക്ക് 7ാം ക്ലാസ്സിൽ 2 മാസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കടന്നുപോയ സമയത്ത് അവിടെ എന്റെ പപ്പയും എന്റെ മമ്മിയും ആദ്യമായി രക്ഷിക്കപ്പെട്ട ഒരു സഭ, അത് കൽക്കട്ടയിലുള്ള ഒരു സഭയായിരുന്നു. ലിറ്റിൽ ഫ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പാസ്റ്റർ TK രാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സഭയായിരുന്നു. എന്നാൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവരെ കാണുവാൻ വേണ്ടി എന്നെ പപ്പ അവരെ കാണാൻ വേണ്ടി പപ്പ അവരുടെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്കൊരു കാര്യം അറിയോ, പ്രായമായിരിക്കുന്ന ആ അമ്മാമ്മ ഒരു കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ സമയത്ത് മറ്റൊരു വിശ്വാസത്തിലാണ്. മറ്റ് ചൊല്ലുന്ന പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല. പക്ഷെ ആ അമ്മാമ്മ എന്നോട് പല കാര്യങ്ങളും ഇങ്ങനെ പലതും പറഞ്ഞു. ഇന്നും അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതാണ്, യേശുവിനെ അംഗീകരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോവൂ, മോള് രക്ഷിക്കപ്പെടണം. ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് മൊത്തത്തിലൊരു രൂപം. എന്നാൽ പറഞ്ഞ യഥാർത്ഥ വചനം എനിക്കറിയില്ല. എന്തൊക്കെയാ ആന്റി പറഞ്ഞെന്ന് എനിക്കറിയില്ല. അമ്മാമ്മ പറഞ്ഞതിൽ ആകെയുള്ളത് സ്വർഗത്തിൽ പോവാൻ, രക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ബ്ലെസ്സിംഗ് ടുഡേ മിനിസ്ട്രീസ്, അന്ന് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ ചേർച്ചിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അവിടെ കുറേ ഭാഷക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ പാസ്റ്റർ ഒരു ലാംഗ്വേജിൽ പ്രസംഗിക്കും. അപ്പൊ പാസ്റ്ററിന്റെ ഭാര്യ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും, വേറെ ആള് വേറെ ലാംഗ്വേജിൽ ബംഗാളിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, വേറെ ആള് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. കാരണം ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ബംഗാളി, ഇങ്ങനെ പല ലാംഗ്വേജാണ്. അപ്പൊ അറ്റ് എ ടൈം പലരും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ബ്ലെസ്സിംഗ് ടുഡേയിൽ ആദ്യമായിട്ട് പാസ്റ്റർ ഡാമിന്റെ കൂടെ നിന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഇന്നും ഞാൻ ഓർക്കുന്ന കാര്യമാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ കൽക്കട്ടയിലുണ്ടായിരുന്ന ആ ചർച്ചിലെ ചില കാര്യങ്ങൾ, ആ പാരമ്പര്യമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു സ്പിരിച്വൽ ഹെറിറ്റേജ് പോലെ നമ്മുടെ അകത്തൂടെ ഒഴുകുകയായിരുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, സുവിശേഷം നിങ്ങളിലൂടെ പകരപ്പെടും. പറഞ്ഞേ, വിശ്വാസവും നിങ്ങളിലൂടെ പകരപ്പെടും. ഫെയ്ത്ത് മദേഴ്സ്, ആരെ കിട്ടിയാലും വിശ്വാസം പങ്കുവെക്കുന്ന അമ്മമാർ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴും കനാന്യ സ്ത്രീയെ കുറിച്ച് പറയുന്നതാണ്. അവള് ഫെയ്ത്ത് മദേഴ്സിന്റെ കൂട്ടത്തിലാണ് അവളെ പെടുത്തിയിരിക്കുന്നത്. അവൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവളുടെ മോൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി, ഉപദ്രവം കൊണ്ട് കഷ്ടപ്പെടുകയാ, അവളുടെ സൗഖ്യം കിട്ടണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ വന്നത്. അപ്പൊ യേശു എന്ത് പറഞ്ഞു? മക്കളുടെ അപ്പമൊന്നും എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മാക്സിമം ഡിസ്കറേജ് ചെയ്ത് നിരാശപ്പെടുത്തിയാണ് അവളെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവള് നിരാശപ്പെട്ടു പോയോ? അവള് പോയില്ല. അവൾ അവിടെ തന്നെ നിന്നു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? കർത്താവേ, യജമാനന്റെ ആ മേശമേൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നു. ഹല്ലേലൂയ. ആ ഒരു സഹിഷ്ണുതയോടെ അവൾ അവിടെ കാത്തു നിന്നു. എന്ത് സംഭവിച്ചു? അവളുടെ കുഞ്ഞിന് വിടുതലുണ്ടായി. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഫെയ്ത്ത് മദേഴ്സിനോട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്: സഹിഷ്ണുതയോടെ കാത്തു നിൽക്കുക. ഒരു ദിവസം വരുന്നുണ്ട്, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ 3 തലമുറ യേശുവിനെ സേവിക്കും എന്നുള്ളതാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുന്നത് നീ കാണുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇട്ടിട്ട് പോകരുത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഇട്ടിട്ട് പോകരുത്. പറഞ്ഞേ, പ്രാർത്ഥന നിർത്തി കളയരുത്. പറഞ്ഞേ, ഹല്ലേലൂയ. നെഗറ്റീവ് വാക്കുകൾ കേൾക്കുമ്പോൾ തളർന്നു പോകരുത്.
കാരണം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ മാതാവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ തുടരുക, വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുക. നിന്റെ വിശ്വാസം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല, അടുത്തടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. രണ്ടാമത്തെ ബൈബിളിൽ നല്ല അമ്മമാരിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു ഫെയ്ത്ത് മദേഴ്സ്. രണ്ടാമത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് വൈസ് മദേഴ്സ് എന്ന് പറയുന്നത്, ജ്ഞാനികളായിട്ടുള്ള അമ്മമാർ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞേ, വിശ്വാസമുള്ള മാതാക്കൾ. പറഞ്ഞേ, ജ്ഞാനമുള്ള മാതാക്കൾ. 2 ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരികയാണ്. വളരെ പെട്ടെന്ന് പറയാം. 2 ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ചാപ്റ്ററിൽ അബ്ശാലോം എന്ന് പറയുന്ന ദാവീദിന്റെ മകനായിട്ടുള്ള അബ്ശാലോം ദാവീദിനെതിരെ നിൽക്കുകയും ദാവീദിനെതിരെ സംഘങ്ങൾ ഉണ്ടാക്കുകയും ദാവീദിന്റെ രാജ്യത്വത്തിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുകയും ഒരു ഇടരാജാവായിട്ട് താൻ മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് കൊല്ലപ്പെടുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെയുള്ള ആളുകളെല്ലാം അതായത് ദാവീദ് രാജാവിന്റെ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ട് വീണ്ടും ഈ രാജാവ് തന്നെ ഞങ്ങൾക്ക് മതി എന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ ബെന്യാമീൻ ഗോത്രത്തിൽ, ദാവീദിന്റെ ഗോത്രം തന്നെയാണ്, ബെന്യാമീൻ ഗോത്രത്തിൽ പെട്ടിട്ടുള്ള ബിക്രിയുടെ മകനായ ഷേബ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അയാൾ വന്നിട്ട് ബാക്കി കുറെ ആളുകളോട് പറഞ്ഞു, നോ 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 നോ, നമുക്ക് ഈ ദാവീദിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യമില്ല, അയാൾ നല്ല മനുഷ്യനല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ദാവീദിന്റെ പക്ഷത്ത് നിന്ന് അകറ്റിയിട്ട് അദ്ദേഹം മറ്റൊരു പക്ഷം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് ചിന്തിച്ചു, അയ്യോ, ഒരു അബ്ശാലോം ഇത്രയും നാളെന്ന് എന്റെ കൂടെ നിന്ന് എന്നെ ഇത്രയും പാര വെച്ച് അവസാനം ദൈവം തമ്പുരാൻ അവനെ നീക്കിക്കളഞ്ഞു, ഇത് അടുത്തൊരാൾ വന്നിരിക്കുകയാണല്ലോ എന്ന് കരുതിയപ്പോൾ ദാവീദിന്റെ കൂടെ നിൽക്കുന്ന സേനാനായകന്മാരെല്ലാവരും ഈ ഷേബയെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ഓടുകയാണ്. അങ്ങനെ അവർ ഓടി നടക്കുന്ന സമയത്ത് ഒടുവിൽ അവർക്ക് അറിവ് കിട്ടി, ഷേബ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ദാവീദിന്റെ എതിരാളിയായിട്ടുള്ള, ദാവീദിന്റെ ശത്രുവായിട്ടുള്ള, ഞങ്ങളുടെ രാജ്യത്തിന്റെ തന്നെ ശത്രുവായിട്ടുള്ള ഈ മനുഷ്യൻ ഇസ്രായേൽ തന്നെ ആബേൽ എന്ന് പറയുന്ന ഒരു ചെറു പട്ടണത്തിനകത്തുണ്ട് എന്ന് പറയുന്ന ഒരു അറിവ് കിട്ടുകയാണ്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ പടനായകനായിട്ടുള്ള യോവാബും മറ്റെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഷേബയെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആബേൽ എന്ന് പറയുന്ന പട്ടണത്തിനകത്തേക്ക് അവരിടിച്ചു കയറുകയാണ്. അവരിടിച്ചു കയറുന്ന കൂട്ടത്തിൽ ആ പട്ടണത്തിനകത്ത് കയറണമെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കണം. ആരും വാതിൽ തുറക്കാനില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? എല്ലാവരും കൂടി ഈ പട്ടണത്തിന്റെ മതിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടണത്തിന്റെ മതിൽ ഇങ്ങനെ ഇടിക്കുമ്പോൾ അകത്തിരിക്കുന്ന ആളുകളെല്ലാം വെപ്രാളത്തിലാണ്, അകത്തുള്ള ആളുകളെല്ലാം വലിയ പരവശത്തിലാണ്. കാരണം ദാവീദ് രാജാവ് ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. സത്യത്തിൽ ഞങ്ങൾ ദാവീദ് രാജാവിനെതിരല്ല, പക്ഷേ ദാവീദ് രാജാവിന്റെ ശത്രുവായിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ പട്ടണത്തിൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ശിക്ഷ മുഴുവൻ ഞങ്ങൾ അനുഭവിക്കുകയാണല്ലോ എന്നോർത്തിട്ട് അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം അതിശക്തമായിട്ട് പുറത്തു വരികയാണ്. 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വചനം ദയവായിട്ട് ഒന്ന് കാണിക്കാമോ? അകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം പുറത്തു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. യെസ്, ഞാൻ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്. അകത്ത് നിന്നിട്ട് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല, ആ സ്ത്രീയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തതയും ഉള്ളവരിൽ ഒരുത്തിയാകുന്നു. നീ ഇസ്രായേൽ, യോവാബിനോട് പറയാ, യോവാബേ, നീ ഇസ്രായേൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിക്കാനായിട്ട് നോക്കുന്നു. ഇവിടെ സ്ത്രീ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തതയുമുള്ള സ്ത്രീകളിൽ ഒരുത്തിയാകുന്നു. ഹല്ലേലൂയ. ഇത് ഇന്നത്തെ കാലത്ത് ദൈവസഭയ്ക്കകത്തും കുടുംബങ്ങളിലും ദേശത്തും വേണ്ട പ്രധാനപ്പെട്ട അമ്മമാരുടെ സ്വഭാവവിശേഷമാണ് സമാധാനവും വിശ്വസ്തതയുമുള്ള അമ്മമാർ, സമാധാനമുണ്ടാക്കുന്ന അമ്മമാർ. അവൾ വിളിച്ചു പറയുകയാണ്, ഈ ഇസ്രായേലിനകത്ത് സമാധാനവും വിശ്വസ്തതയുമുള്ള സ്ത്രീകൾ പലരുണ്ട്, അതിൽ ഒരുത്തിയാ ഞാനെന്ന് അവൾ വിളിച്ചു പറയുകയാണ്. ഞാൻ ഈ ബ്ലെസ്സിംഗ് ടുഡേയിലെ അമ്മമാരെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമുക്കും ചങ്കിൽ കൈവച്ചോണ്ട് പറയാൻ പറ്റുമോ, ഞാൻ സമാധാനവും വിശ്വസ്തതയുമുള്ള ഒരമ്മയാണെന്ന്? ഹല്ലേലൂയ.
യേശു പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓർക്കുക, അമ്മമാരെ, കുടുംബത്തിനകത്ത്, ദേശത്ത്, സഭകളിൽ സമാധാനം ഉണ്ടാക്കുന്ന അമ്മമാർ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. കയ്യടി കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് നാം സമാധാനം ഉണ്ടാക്കുന്നവരാണോ? നമ്മുടെ ദേശത്ത് നാം സമാധാനം ഉണ്ടാക്കുന്നവരാണോ? നമ്മുടെ സഭയ്ക്കകത്ത് നാം സമാധാനം ഉണ്ടാക്കുന്നവരാണോ? അമ്മമാരിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതുമാത്രമല്ല, വിശ്വസ്തരായി തീരണം. ഹല്ലേലൂയ. വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തിലാണ് അത് കാണിക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് റെസ്പെക്ട് കൊണ്ടുവരുന്നത്. റെസ്പെക്റ്റിലൂടെയാണ് നമുക്ക് അതോറിറ്റി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ അമ്മമാരായത്? നമ്മുടെ ഉത്തരവാദിത്വത്തിലൂടെയാണ്. അമ്മമാരെന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു റെസ്പെക്ട് ഉണ്ടാകുന്നത്. ഏത് തലത്തിൽ നിന്നും? ആ റെസ്പെക്റ്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് അധികാരം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മമാരുടെ പല സ്റ്റേജുകൾ മാറുന്നുണ്ട്. അമ്മ, അമ്മായിയമ്മ, അമ്മൂമ്മ, ഇങ്ങനെ പറഞ്ഞ പല സ്റ്റേജുകൾ മാറുമ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഓരോ ഭാഗത്തും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ നിൽക്കുന്ന സ്റ്റേജിൽ, ആ ഒരു പ്രായഘട്ടത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്താലേ റെസ്പെക്ട് കിട്ടൂ. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആ റെസ്പെക്ട് കിട്ടിയാലേ, ആ അംഗീകാരം കിട്ടിയാലേ, ആ ബഹുമാനം കിട്ടിയാലേ അവിടെ നിന്ന് നമുക്ക് അധികാരം കിട്ടുകയുള്ളൂ. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഉത്തരവാദിത്വമില്ലാതെ അധികാരമില്ല, ഉത്തരവാദിത്വമില്ലാതെ അംഗീകാരവുമില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞേ, പ്രായമായെന്ന് കരുതി ഉത്തരവാദിത്വമൊന്നുമില്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അംഗീകാരം വേണമെന്നും അധികാരം വേണമെന്നും പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നില്ല? ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കിട്ടുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഓരോ തലത്തിലും നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ തലത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒത്തിരി അമ്മമാർ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ മക്കൾ ടീനേജിലായിരിക്കുകയാണ്, അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അവരെന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ എന്താ പറയുക, വീട്ടിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകും, എൻ്റെ മുഖത്തോട്ട് പോലും നോക്കത്തില്ല. പക്ഷേ എല്ലാ അമ്മമാരും മനസ്സിലാക്കുക, ആ ഒരു പ്രായത്തിൽ നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അത് ടീനേജിൽ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി തന്നെ കാണിക്കണം. 5 വയസ്സുകാരനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തമല്ല അന്നേരം എടുക്കേണ്ടത്. ഹല്ലേലൂയ. അതിൽ തെറ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് റെസ്പെക്റ്റും കിട്ടത്തില്ല, നമുക്ക് അതോറിറ്റിയും കിട്ടത്തില്ല. എന്നാൽ അതത് പ്രായഘട്ടത്തിൽ നമ്മളെ ദൈവം കൊണ്ടുപോകുന്ന സ്റ്റേജ് അനുസരിച്ചിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലൂടെ നമ്മൾ പോകുകയാണെങ്കിൽ റെസ്പെക്റ്റും അതോറിറ്റിയും എല്ലാം അതിനോട് കൂടെ ചേർന്ന് 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 വരുവാനായി തുടങ്ങും. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഇസ്രായേലിലെങ്ങും സമാധാനമുള്ളവളും വിശ്വസ്തയായിട്ടുള്ളവളുമാണ്. ഹല്ലേലൂയ. കൈയൊന്ന് ഉയർത്തിയിട്ടൊന്ന് വിളിച്ചു പറയാം, ഞാൻ പറഞ്ഞേ സമാധാനമുള്ളവളും വിശ്വസ്തയുമാണ് എന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാക്കുന്നവളാണ്. എന്നിട്ട് ആ സ്ത്രീ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അത് 19ാമത്തെ ആ വചനത്തിൽ തന്നെ പറയാണ്, ഐ എം ദ മദർ ഓഫ് ഇസ്രായേൽ എന്നാ പറഞ്ഞ. ഞാൻ ഇസ്രായേലിന്റെ, അവൾ പറയുന്ന ഇസ്രായേലിലൊരു എന്താ പറയുക, ഒരു പട്ടണവും ഒരു മാതാവിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നാ പറയുന്നത്. ശരിക്കും ഇംഗ്ലീഷിൽ അത് വളരെ കൃത്യമാണ്. അവൾ പറയുന്നത്, ഞാൻ ഇസ്രായേലിന്റെ അമ്മയുമാകുന്നു. അവള് തന്നെ അവളെ പരിചയപ്പെടുത്തുക, ഞാൻ ഈ നാടിന്റെ അമ്മയാണെന്ന്. നമ്മൾ കാണുമ്പോൾ ഓർക്ക് ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയോ ഈ സ്ത്രീക്കെന്ന് തോന്നിപ്പോകും നമുക്ക്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരെയും, ബ്ലെസ്സിംഗ് ടുഡേയിലുള്ള എല്ലാ അമ്മമാരെയും ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്.
ഞാൻ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ ജനിപ്പിച്ച, നമ്മുടെ ബയോളജിക്കൽ ജനനത്തിലൂടെ നമ്മൾ ജനിപ്പിച്ച 2 കുഞ്ഞുങ്ങളുടെ 3 കുഞ്ഞുങ്ങളുടെ അമ്മമാരായിട്ട് മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ദൈവവിളി എന്നുള്ളത്. നമ്മുടെ ദൈവവിളി അനേക മക്കളുടെ അമ്മമാരായി, ഒരു ദേശത്തിന്റെ മുഴുവൻ അമ്മമാരായി നിൽക്കാനുള്ളതാണ് നമ്മുടെ വിളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഒരു വചനഭാഗത്തിലൂടെ എനിക്ക് തോന്നുന്നു ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വചനഭാഗത്തിലൂടെ ഞാൻ കടന്നു പോയ സമയത്ത്, അന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക, ജാനുവരിയിൽ നമ്മൾ ബൈബിൾ വായന തുടങ്ങിയിരിക്കുകയാണ്. ആ ബൈബിൾ വായനയുടെ സമയത്ത് ഈ ഒരു ഭാഗത്തിലൂടെ ഞാൻ കടന്നുപോയ സമയത്താണ് എൻ്റെ അകത്ത് നിന്നോട് ഞാൻ പ്രഖ്യാപിക്കാനായി തുടങ്ങി, കർത്താവേ, ഈ കൊച്ചിയുടെ അമ്മയായിട്ട് ഞാൻ മാറുകയാണ്, എറണാകുളത്തിന്റെ അമ്മയായിട്ട് ഞാൻ മാറുകയാണ്, കേരളത്തിന്റെ അമ്മയായിട്ട് ഞാൻ മാറുകയാണ്. ആത്മാവിൽ എന്റെ സന്താനങ്ങൾ ഇവിടെ ജനിക്കപ്പെടാൻ പോകുകയാണ്. എനിക്കിവിടെ വലിയ സന്താനങ്ങൾ ജനിക്കാൻ പോകുകയാണ്. ഇത് ആത്മാവിൽ വിളിച്ചു പറയാനായി തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് കേരള പ്രേയർ റൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശുശ്രൂഷകരെല്ലാവരും ചേർന്ന് പല പല ജില്ലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെന്റെ ഉള്ളിലേക്ക് ഈ വചനഭാഗം വീണ്ടും 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 കടന്നു വരാറുണ്ട്. ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, ബ്ലെസ്സിംഗ് ടുഡേയിലെ അമ്മമാർ വെറും അവർ ജനിപ്പിച്ച 2 3 കുഞ്ഞുങ്ങളുടെ അമ്മമാരായി മാത്രം അവസാനിക്കുകയില്ല, മറിച്ച് ഒരു ദേശത്തിന്റെ അമ്മമാരായിട്ട്. ഹല്ലേലൂയ. എങ്ങനെയാണ് അത്? നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് എടുക്കുകയാണ്. ആ ദേശം എന്റേതാണ്. ഈ ദേശത്ത് ഈ നടന്നു പോകുന്ന, ഈ ജീവിക്കുന്ന ആളുകളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ് അവർ യേശുവിന്റെ പൈതങ്ങളാക്കി തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുന്ന അമ്മമാർ, സുവിശേഷ ഘോഷണവുമായി മുന്നോട്ടിറങ്ങുന്ന അമ്മമാർ ബ്ലെസ്സിംഗ് ടുഡേയിൽ ഇതാ വരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയൂ, നിങ്ങൾ അമ്മയാണ്. പറഞ്ഞേ, സാധാരണ കുട്ടികളുടെ മാത്രമല്ല, ഒരു ദേശത്തിന്റെ അമ്മയാണ്. ഹല്ലേലൂയ. ഇവിടെ യോവാബിനോട് ഈ സ്ത്രീ വിളിച്ചു പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. 21-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ കാണാം. ആ സ്ത്രീ പറയുക, ഞാനിവിടെ സമാധാനവും വിശ്വസ്തതയുമുള്ള ഒരു സ്ത്രീയായിട്ട് നിൽക്കുക, അത് മാത്രമല്ല ഈ പട്ടണത്തിന്റെ അമ്മയായിട്ട് ഞാൻ നിൽക്കുമ്പോ ചുമ്മാ അനാവശ്യമായിട്ട് ഈ പട്ടണത്തിനകത്ത് കയറി അതും പരിപാടി നടത്താം. ഞാൻ എന്റെ ലാംഗ്വേജിലാണ് പറയുന്നത്, അങ്ങനെയാണ് മൊത്തത്തിൽ വായിക്കുമ്പോൾ. അതും പരിപാടി നടത്താമെന്നൊന്നും വിചാരിക്കണ്ട. നിനക്ക് വേണ്ടത് ഒരു ശത്രുവിനല്ലേ, അവനെ ഞങ്ങൾക്കും വേണ്ട. ഞാൻ ഒരു കാര്യം ചെയ്തേക്കാം, നീ അന്വേഷിക്കുന്ന ശത്രു എന്റെ മതിലിനകത്തുണ്ടെങ്കിൽ ഞാൻ അവനെ പിടിച്ച് അവന്റെ തലയറുത്തിട്ട് അവന്റെ തല എന്റെ മതിലിന് പുറത്തൂടെ ഞാൻ എറിഞ്ഞ് നിനക്ക് തന്നോളാം. നീ അകത്തോട്ട് വരേണ്ട ആവശ്യമില്ല. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ചിലതൊക്കെ മനസ്സിലാകും. ഹല്ലേലൂയ. ഇതാണ് ഒരു സ്ത്രീയുടെ ചങ്കുറ്റം. എന്റെ ഭവനത്തിന് ചുറ്റും ഞാനൊരു മതിൽ പണിതിട്ടുണ്ട്. എന്റെ കർത്താവ് എനിക്കൊരു മതിൽ പണിതിട്ടുണ്ട്. എന്റെ സഭയ്ക്ക് ചുറ്റും ഒരു മതിലുണ്ട്. എന്റെ ദേശത്തിന് ചുറ്റും ഒരു മതിലുണ്ട്. ഒരു പ്രയർ റൈഡ് നടത്തി ഇതിന് ചുറ്റും ഞങ്ങൾ ഒരു മതിൽ പണിതിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്താരെങ്കിലും ശത്രു എന്ന് പറയുന്നവർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്ന് അലങ്കോലം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണമെങ്കിൽ അവർ ഞാൻ പുറത്തേക്ക് എറിഞ്ഞു തരാമെന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന, ഇങ്ങനെ വിളിച്ചു പറയുന്ന എത്ര അമ്മമാർ ബ്ലെസ്സിംഗ് ടുഡേയിലുണ്ട്. എങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ കഞ്ഞിക്കല പ്രാർത്ഥന, കഞ്ഞി ചോറ്, കഞ്ഞിക്കലത്തിന്റെ പ്രാർത്ഥന പറഞ്ഞേ, പറ. കഞ്ഞിക്കലത്തിന്റെ പ്രാർത്ഥന, മക്കളുടെ വിസ പ്രാർത്ഥന, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഈ ദേശം എന്റേതാ, ഈ ദേശം ഞാൻ മതിൽ കെട്ടി, എന്റെ കർത്താവ് മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുക. ഇതിനകത്തേക്ക് കടന്നു വരുന്ന ഒന്നിനും ഇവിടെ സ്ഥാനമില്ല. ഭവനത്തിനകത്ത് ഒരു പക്ഷേ രോഗങ്ങൾ ഒരു പക്ഷേ കണ്ടേക്കാം, ഭിന്നതകൾ ഒരു പക്ഷേ കണ്ടേക്കാം, കലഹങ്ങൾ ഒരു പക്ഷേ കണ്ടേക്കാം. എന്നാൽ വിശ്വാസത്തിന്റെ അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ജ്ഞാനമുള്ള അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് വിളിച്ചു പറയാം, ഇത് എന്റെ അകത്തിരിക്കാൻ പറ്റത്തില്ല, എന്റെ മതിലിനകത്തിരിക്കാൻ പറ്റത്തില്ല, ഇതിന്റെ തല അറുത്ത് ഞാൻ മതിലിന് വെളിയിലേക്ക് എറിയും. ഹല്ലേലൂയ. ഈ പ്രശ്നത്തിന്റെ പരിഹാരം
ഒരിക്കലും പുറത്തുനിന്ന് ഒരു വ്യക്തിയല്ല. ഈ പ്രശ്നത്തിന്റെ പരിഹാരം തരാൻ അംബ്രോസ് ബ്രദർ വരുമെന്ന് കരുതരുത്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം തരാൻ കൗൺസിലിംഗിന് വേണ്ടി ക്ഷമ സിസ്റ്റർ വരുമെന്ന് കരുതരുത്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞാനാണ്. പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ ഞാൻ അതിനെ പുറത്തേക്ക് എറിയും. ഹല്ലേലൂയ. ഈ വിശ്വാസമുള്ള അമ്മമാർ ബ്ലെസ്സിംഗ് ടുഡേയിൽ ദൈവരാജ്യത്തിൽ എഴുന്നേറ്റാൽ തന്നെ ഞാൻ പറയാം, ഈ സഭയ്ക്കകത്ത് ദൈവിക സമാധാനം കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഈ മതിലിനകത്ത് ഒരാളെ കയറില്ല. പറഞ്ഞേ, ഒരു ശത്രുവും കയറത്തില്ല. അത് കേട്ടുകൊണ്ട് പേടിക്കാനും നിൽക്കണ്ട, അത് കേട്ടുകൊണ്ട് ഭയപ്പെടാനും നിൽക്കണ്ട. ഇനി കേറിയാൽ തന്നെ അവനെ പുറത്താക്കാനുള്ള കാര്യം എന്റെ കയ്യിലുണ്ടെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അവനെ പുറത്താക്കാനുള്ളത് പറഞ്ഞേ, ആ മരുന്ന് എന്റെ കയ്യിലുണ്ടെന്ന് പറ. അതിനുള്ള ചെറിയ വെടിമരുന്ന് എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, എന്റെ കയ്യിലുണ്ട്. എത്ര സഹോദരിമാർ കൈ ഉയർത്തിയിട്ട് വിളിച്ചു പറയും, എത്ര അമ്മമാർ വിളിച്ചു പറയും, എന്റെ ഭവനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, എന്റെ ദേശത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, എന്റെ സഭയ്ക്കകത്ത് ഭിന്നതയായിട്ടോ കലഹമായിട്ടോ അരാജകത്വമായിട്ടോ ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്താക്കാനുള്ള വെടിമരുന്ന് പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ ഞായറാഴ്ച ആ വെടിമരുന്നുമായിട്ട് ഞാൻ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ബൈബിളിൽ വേറൊരു സ്ത്രീയെ കുറിച്ചും കൂടിയുണ്ട്, യായേൽ. ജഡ്ജസ് ചാപ്റ്റർ 4 4-ാം അധ്യായത്തിലാണ്, ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ. ആ സ്ത്രീയുടെ കാര്യത്തിൽ എന്നെ ഭയങ്കര ചലിപ്പിച്ചിട്ടുണ്ട്. ചില സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സ്ത്രീകളുടെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലെ പോർഷൻസ് വായിക്കും, പഠിക്കും. കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്. കാരണം അത് പഠിക്കുമ്പോഴത്തേനും നമ്മുടെ പല പ്രശ്നങ്ങളുടെ ഉത്തരം കിട്ടും. പല കാര്യങ്ങളിലും അങ്ങനെ പറയുമ്പോൾ ഒന്നും ചിന്തിക്കരുത്. പുരുഷന്മാർ മെസ്സേജ് പറഞ്ഞാലും അതിൻ്റെ ഒരു ആൻസർ കിട്ടാതെ പോകാറുണ്ട് സ്ത്രീകൾക്ക്. കാരണം സ്ത്രീകളുടെ ഒരു ഭാഗം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇവിടെയുള്ള എല്ലാ സഹോദരിമാരും അങ്ങനെ ശ്രമിക്കണേ. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളുടെ ഉത്തരം ബൈബിളിനകത്ത് തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങൾ എപ്പോഴും മനസ്സിരുത്തി വായിക്കാനും ധ്യാനിക്കാനും എല്ലാ സഹോദരിമാരും പ്രത്യേകിച്ച് ഓർക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വചനഭാഗങ്ങളിലൂടെ പോകുമ്പോൾ യായേലിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ദെബോര എന്ന് പറയുന്ന ഒരു ന്യായാധിപ, ഒറ്റ ന്യായാധിപ, ഒരു സ്ത്രീയായിട്ടുള്ള ന്യായാധിപ, അവൾ ഭരിക്കുന്ന സമയത്താണ് സീസര എന്നും പറയുന്ന ഒരു ശത്രു രാജാവ് അവർക്കെതിരെ വരുന്നു, ഇസ്രായേലിനെതിരെ വരുന്നു. അവസാനം ഈ ശത്രു രാജാവ് എന്നെ ഓടിച്ചിട്ട് പോയിട്ട് ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു പെണ്ണിന്റെ ഒരാളുടെ വീട്ടിൽ കയറും. ആ വീട്ടുകാരത്തിയുടെ പേരാണ് യായേൽ. ഒന്ന് പറഞ്ഞു നോക്കിയേ, യായേൽ. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. യായേലിന്റെ വീട്ടിൽ കയറും. വീടെന്ന് പറയുമ്പോൾ കൂടാരം എന്ന് പറയുമ്പോൾ അറിയാലോ, കുറ്റിയടിച്ചിട്ട് നമ്മുടെ ഈ ഷീറ്റ് അടിക്കുന്ന പോലെയാ കൂടാരം. തുണിയുടെ ഷീറ്റ് അടിക്കുന്നതാണ്. കുറ്റിയിലാണ് നിൽക്കുന്നത്. ചിലപ്പം 8 കുറ്റിയിലായിരിക്കും, ചിലപ്പോൾ 16 കുറ്റിയിലായിരിക്കും, എത്രയെങ്കിലും കുറ്റികളിലായിരിക്കും ഈ കൂടാരം ഇങ്ങനെ നിൽക്കുന്നത്. വീടിന്റെ വലിപ്പം അനുസരിച്ചിട്ട് കുറ്റികളുടെ നമ്പർ കൂടും. ആ വീട്ടിനകത്തേക്ക് ഇയാൾ കയറി ചെന്നു. കയറിയപ്പോ തന്നെ യായേലിന് മനസ്സിലായി, ആള് നമ്മുടെ രാജ്യം മുഴുവൻ തപ്പിക്കൊണ്ട് നടക്കുന്ന ശത്രുവാന്ന് മനസ്സിലായി. യായേൽ എന്ത് ചെയ്തു എന്നറിയാമോ? അയാള് കുടിക്കാൻ ചോദിച്ചു. അപ്പൊ പാലൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. പുള്ളി കോമ സ്റ്റേജിലായി പോയി, ഉറങ്ങിപ്പോയി. പുള്ളി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവള് കൂടാരത്തിന്റെ കുറ്റി എടുത്തിട്ട്, ഹാമറും എടുത്തിട്ട്, ചുറ്റികയും എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആ തിരുനെറ്റി നോക്കിയിട്ട് അടിച്ചു. അവന്റെ ചെന്നിത്തടം പൊട്ടി ഉടനടി. അപ്പൊ അപ്പുറത്ത് ഭയങ്കര കുതിരയുടെ പുറത്തും പിന്നെന്താ പറയാ കാലാളും എല്ലാ ആളുകളും കൂടി ഇവനെ തെരഞ്ഞു ഭയങ്കര യുദ്ധത്തിന് നടക്കുമ്പോഴത്തേനും ഒരു പീറ പെണ്ണ്, ആ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവിനെ, വലിയ സൈന്യം മുഴുവൻ തപ്പിക്കൊണ്ടു നടക്കുന്ന ശത്രുവിനെ ഒരു പെണ്ണ് അവരുടെ വീട്ടിലിട്ട് കൊന്നു കളഞ്ഞു. ഒന്നും മനസ്സിലായില്ല അല്ലെ? ഒന്നും മനസ്സിലായില്ല. എന്ന് വെച്ചാലേ അത്രയും ജൈജാനുബാഹുവായിട്ടുള്ള ശത്രുവിനെ കൊല്ലാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് തന്നിട്ടുണ്ടെന്ന്. ജ്ഞാനമുണ്ടായാൽ മാത്രം മതി. സമാധാനമുണ്ടാക്കുന്ന വിശ്വസ്തയായിട്ടുള്ള ജ്ഞാനമുള്ള ഒരു അമ്മയെ പോലെ ഹൃദയമുള്ള ഒരു സ്ത്രീയായാൽ മാത്രം മതി ഇതിനെ നമുക്ക് തകർത്തെറിയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എനിക്കറിയാൻ പാടില്ല, ആ കുറ്റി, കൂടാരത്തിന്റെ കുറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവളുടെ ലൈഫിൽ അവള്
എക്സ്ട്രാ ചില കുറ്റികൾ അവിടെ വെച്ചിട്ടുണ്ടാവാം. എന്തിനു വേണ്ടിയിട്ട്? ആ വീടൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് അവൾ വെച്ച കുറ്റിയായിരിക്കാം. എന്നാൽ പല ആളുകളുടെയും പ്രസംഗ രീതികൾ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത്, അവളുടെ വീട് നിന്ന ആ കുറ്റി തന്നെ, മനസ്സിലാകുന്നുണ്ടോ? അതായത് വീടിന്റെ ഒരു മുറിയുടെ ഒരു ഭാഗം കെട്ടിവെച്ചിരിക്കുക കയറേല്. ആ കയർ അവൾ അഴിച്ചു മാറ്റി എന്ന് വെച്ചാ അവിടെ വീട് തകർന്നു പോകും. അവളുടെ വീട് ആ സമയത്ത് ഇടിഞ്ഞു പോകും. പക്ഷെ അവളുടെ വീട് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ അവൾക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ മാറുകയാണ്. പക്ഷെ ആ കൂടാരത്തിന്റെ കയറഴിച്ചിട്ട് അവളുടെ നിലനിൽപ്പ് പോലും നോക്കാതെ ആ കുറ്റി ഊരിയെടുത്ത് ശത്രുവിനെ കൊല്ലുന്ന ഒരു കാര്യമാണ് അവൾ ചെയ്തത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ആ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി അവന്റെ ഭവനത്തിലെ ഒരു വലിയ കാര്യത്തെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവൾ ആ ജയം ആ രാജ്യത്തിന് നേടിക്കൊടുത്തത്. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേയിലെ അമ്മമാരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സുവിശേഷം നമ്മുടെ ദേശങ്ങളിലും നമ്മുടെ പട്ടണങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ സഭകളിലും നിറഞ്ഞു കവിഞ്ഞു മുന്നോട്ട് പോകണമെങ്കിൽ കൂടാരത്തിന്റെ കുറ്റി ഊരുന്നത് പോലെ നമ്മുടെ ഭവനത്തിലെ പല സുഖ സൗകര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ടിറങ്ങുന്ന യായേലുമാർ ഉണ്ടായാൽ മാത്രമേ ദേശം രക്ഷപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, വീട് വിട്ടിറങ്ങാനുള്ള സമയമായി. പറഞ്ഞേ. വേറൊരാളോട് പറ, കൊറോണയൊക്കെ പറഞ്ഞേ എന്നേ പോയി. എന്നിട്ടും കൊറോണയുടെ പേരും പറഞ്ഞ് വീട്ടിനകത്ത് ഇരിക്കുക. പല ആളുകളും ലൈവും കണ്ടുകൊണ്ടിരിക്കുക. വീട് വിട്ടിറങ്ങി വരണം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന അമ്മമാരോട് ഞാൻ പറയുകയാണ്, വീട് വിട്ടിറങ്ങാനുള്ള സമയമായി. തൊട്ടടുത്തുള്ള വീടുകളിലേക്ക്, അടുത്തടുത്ത വീടുകളിലേക്ക് ഒരു പ്രെയർ ഗ്രൂപ്പുമായിട്ട്, പ്രാർത്ഥനയുമായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, ബുധനാഴ്ച ദിവസങ്ങളിൽ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വീടിനടുത്തുള്ള പല സ്ഥലങ്ങളിലെ ഭവനങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ ക്ലാസ് കൂടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുറച്ച് സുഖ സൗകര്യം മാറി, വീട്ടിലെ കറികളുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു, പക്ഷേ ആ ദേശത്തിന്റെ നടുവിൽ നിങ്ങൾ ആരാധന ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് അവിടെ വിടുതലുകൾ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, വീട് വിട്ടിറങ്ങി. പറഞ്ഞേ, ഈ ആഴ്ച മുതൽ അമ്മമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പറഞ്ഞേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തെല്ലാം പ്രോജക്റ്റ് ഉണ്ടോ ചെയ്തോളൂ. പക്ഷെ എല്ലാ സഹോദരിമാരും, എല്ലാ അമ്മമാരും ആഴ്ചയിൽ 2, 3, 4 ദിവസങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള പല പല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ ഗ്രൂപ്പുകൾ ചേർന്ന് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത് അങ്ങനെ 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 7 ആഴ്ച, 10 ആഴ്ച, 15 ആഴ്ച, 25 ആഴ്ച, 53 ആഴ്ച, 56 ആഴ്ച ഇങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തെ നിങ്ങൾ ആ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറ്റിയടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കുറ്റിയടിക്കാൻ മറക്കരുത്. പറഞ്ഞേ, കുറ്റിയടിക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. ഇതിനകത്തുള്ള അമ്മമാർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഫെയ്ത്ത് മദേഴ്സ് ആൻഡ് വൈസ് മദേഴ്സ്, ബുദ്ധിയുള്ള അമ്മമാർ, ജ്ഞാനമുള്ള അമ്മമാർ, വിശ്വാസത്തിന്റെ അമ്മമാർ, എല്ലാ അമ്മമാരും ഒരു നിമിഷം അതത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ എത്ര തലമുറയാണ് യേശുവിനെ സേവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ തീരുമാനിച്ചോ? 3 വേണോ, 4 വേണോ, 5 വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോ? ഓ ജീസസ്. ഈ സമയത്ത് നിങ്ങൾ കർത്താവിനോട് ഇപ്പോൾ പറയുക, കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ ഇത്ര തലമുറ ഇപ്പോൾ നിങ്ങൾ വായ കൊണ്ട് പറയാൻ തുടങ്ങുക, കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ ഇത്ര തലമുറകൾ യേശുവിനെ സേവിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്നത് ഞാനിപ്പോൾ കാണുന്നു എന്ന് പറയുക.
എന്നിട്ട് നിങ്ങളുടെ മക്കളെ മൊത്തം നിങ്ങൾ കാണുക. അവരുടെ മക്കളെ, ഒരുപക്ഷെ അവർക്ക് മക്കൾ പോലും ആയിട്ട് അവരിപ്പോ പഠിക്കുന്നേ ഉള്ളായിരിക്കാം, പക്ഷെ കാണുക, വിശ്വാസത്താൽ അവർ യേശുവിനെ സേവിക്കുന്നത് കാണുക. നമ്മുടെ വിശ്വാസവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് കാണുക. ഓ ജീസസ് ലോർഡ്. കാണാൻ തുടങ്ങിയോ നിങ്ങൾ? ചേർന്ന് പറഞ്ഞാലും, യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ, ശബ്ദമുയർത്തി പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു, എന്റെ തലമുറയിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ വണ്ണം എല്ലാവരും യേശുവിനെ സേവിക്കുന്നവരാകും. ആമേൻ. അടുത്തത്, ജ്ഞാനത്തിന്റെ അമ്മമാർ, ജ്ഞാനമുള്ള അമ്മമാർ, സമാധാനമുണ്ടാക്കുന്ന വിശ്വസ്തരായിട്ടുള്ള അമ്മമാർ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഇന്നു മുതൽ നമ്മളിൽ പല ആളുകളും അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അതിന്റെ ഒരു 30%, 40%, 50% കാണുകയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ആ വിഷയത്തിലൊരു വളർച്ച വേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാതൃത്വത്തിന്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് ഈ വിഷയത്തിൽ നമുക്കൊരു വളർച്ച വേണ്ടിയിരിക്കുന്നു. ഒരമ്മയായി, അമ്മായിമ്മയായി, അമ്മൂമ്മയായി, ഗ്രേറ്റ് ഗ്രാൻഡ് മദറായി ഒക്കെ നിൽക്കുന്ന സ്റ്റേജിൽ ആ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? കൈകൾ ഉയർത്തി എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും, ഒരുപക്ഷെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും കൈകൾ ഉയർത്തിയിട്ട് ഇന്ന് നമുക്കൊന്ന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളോടൊപ്പം ഞാനും കർത്താവിന്റെ മുൻപാകെ ഒരമ്മ എന്ന നിലയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഓരോ ഘട്ടങ്ങളിലും ഓരോ സ്റ്റേജസിലും ജ്ഞാനമുള്ളൊരമ്മയായി, പീസബിളായിട്ടുള്ള, സമാധാനകാംക്ഷിയായിട്ടുള്ള, സമാധാനമുണ്ടാക്കുന്ന ഒരമ്മയായി, വിശ്വസ്തയായിട്ടുള്ള ഒരമ്മയായി, ഹല്ലേലൂയ, എന്റെ മതിലുകളെ സൂക്ഷിക്കുന്ന, എന്റെ ദേശത്തെ സൂക്ഷിക്കുന്ന ദേശത്തിന്റെ മാതാക്കളായി. ജീസസ്. തിരുവനന്തപുരത്തുള്ള അമ്മമാർ പ്രാർത്ഥിക്കുക, തിരുവനന്തപുരത്തിന്റെ അമ്മ ഞാനാണെന്ന് പറയുക. യെസ്. കൊല്ലത്തുള്ളവർ അതുപോലെ പ്രാർത്ഥിക്കുക. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഓ ജീസസ് ലോർഡ്, ഈ ദേശത്തിന്റെ അമ്മമാരായി ഞാൻ മാറുകയാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇനി എന്റെ ലക്ഷ്യം ഞാൻ ജനിപ്പിച്ച എന്റെ മക്കൾ എന്നതിനപ്പുറമായിട്ട് ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരത്തിലേക്ക് ഇതിനകത്ത് ചില സ്ത്രീകൾ ഇന്ന് കർത്താവ് എഴുന്നേറ്റ് വരുന്നതിനായിട്ട് അടിയൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇവരുടെ ഭവനങ്ങളെ വിട്ട്, ഇവരുടെ സുഖ സൗകര്യങ്ങളെ വിട്ട്, കംഫർട്ട് സോണുകളെ വിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി ദേശത്ത് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ എന്തെല്ലാം ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്യുവാൻ